ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, മുട്ട ബിരിയാണി അങ്ങനെ പലതരം ബിരിയാണികൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു വെജിറ്റബിൾ ബിരിയാണി പോലത്തെ ഒരു സോയാബീൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുന്നത്. സംഭവം എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ബിരിയാണിയുടെ അരി കഴുകി കുതിരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ചെറിയ അരിയാണ് എടുത്തേക്കുന്നത്. ബസുമതി റൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാണാനും ഭംഗിയായിരിക്കും, കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. ഇനി ബിരിയാണിക്ക് വേണ്ടുന്ന സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ലേശം ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം. ആ സമയം കൊണ്ട് കുതിരാൻ വെച്ചിരുന്ന അരിയിലോട്ട് ലേശം ഉപ്പും നെയ്യും ഒഴിച്ച് കുക്കറിനകത്ത് 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. ഇനി സവാള, ക്യാരറ്റ്, ബീൻസ് അങ്ങനെ ബിരിയാണിയിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെളിച്ചെണ്ണയ്ക്കത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറി എല്ലാം ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും ചേർത്ത് വറുത്ത് വെച്ചേക്കുന്ന സോയാബീനും വേവിച്ച് വെച്ചേക്കുന്ന ചോറും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് ഒരു ഫ്ലേവറിന് കുറച്ച് മല്ലിയിലയും ലേശം നെയ്യും കൂടെ ഒഴിച്ചൊന്ന് അടച്ചു വെച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി സെറ്റ്. വെറുതെ പറയുമല്ല, ഒരു ചിക്കൻ ബിരിയാണി ലവറായി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയാണിത്. അപ്പൊ ഓക്കെ, ബൈ.